വെൽക്കം ടു സ്റ്റോറി മങ്ക്. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിറകെ കേരളത്തിൻ്റെ പുതിയ പ്രതിപക്ഷ നേതാവിനെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. 2016 മുതൽ 2026 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇനി സംസ്ഥാന നിയമസഭയിൽ LDFൻ്റെ പ്രതിപക്ഷ നേതാവായി ഉണ്ടാകും, അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി ഉണ്ടാകും. ഇതിൽ ഏറ്റവും കൗതുകം 2021 മുതൽ 2026 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് മാറുമ്പോൾ 2016 മുതൽ 2026 വരെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചൊരു സ്വാഭാവികമായ ചോയ്സ് ആയിരിക്കും പിണറായി വിജയൻ എന്നുള്ളത്. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും മുതിർന്നയാൾ പ്രതിപക്ഷ നിരയെ മറ്റ് രീതിയിൽ ഒരു ശുഷ്കമായ അംഗബലം വെച്ചുകൊണ്ട് നയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവ് എന്നുള്ള നിലയിലായിരിക്കും CPM പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഒരു തലമുറ മാറ്റത്തിൻ്റെ അവസരം CPM ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. പുതിയൊരാളെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് വളരെ സജീവമായൊരു പ്രതിപക്ഷ നിരയെ നിയമസഭയിൽ ഉണ്ടാക്കുക എന്ന ദൗത്യത്തിൽ നിന്ന് CPM പിന്നാക്കം പോവുകയാണോ? അതോ നിലവിലുള്ള അംഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയനല്ലാതെ മറ്റാരും പ്രതിപക്ഷ നേതാവായാൽ ഒരു ശക്തമായ പ്രതിപക്ഷമായി നിലനിൽക്കാൻ കഴിയില്ല എന്ന പ്രതിസന്ധി CPMലുണ്ടോ? ഇതേക്കുറിച്ചാണ് സ്റ്റോറി മങ്ക് ഇന്ന് സംസാരിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നു, ഈ തീരുമാനം വന്ന ഘട്ടത്തിൽ CPMൻ്റെത് ഒരു സ്വാഭാവികമായ തീരുമാനമാണ് എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഇത് ഈ ക്യാമ്പയിൻ്റെ തുടർച്ചയായിട്ടാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിണറായി വിജയൻ്റെ ക്യാമ്പയിൻ്റെ ഒരു സ്വഭാവം മറ്റാരുണ്ട് LDF അല്ലാതെ എന്നായിരുന്നു ക്യാമ്പയിൻ ക്യാപ്ഷനെങ്കിലും ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന മട്ടിലായിരുന്നു അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നടന്നത്. സംസ്ഥാനത്തെ എല്ലാ മുക്കിലും മൂലയിലും അദ്ദേഹം മാത്രമായുള്ള ഫ്ലക്സുകളും ഹോർഡിങ്ങുകളും സ്ഥാപിച്ചുകൊണ്ടാണ് ആ ക്യാമ്പയിൻ. ഒരുപക്ഷെ പരാജയത്തിന് പോലും കാരണമായി ആ ക്യാമ്പയിൻ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പ്രതിപക്ഷത്തായി തോറ്റതിന് ശേഷവും അദ്ദേഹമല്ലാതെ മറ്റാരുമില്ല എന്ന ഒരു പ്രതീതിയാണ് യഥാർത്ഥത്തിൽ പാർട്ടി പുറത്തേക്ക് കൊടുക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ സന്ദർഭമായിരുന്നു. വളരെ ദയനീയമായൊരു പരാജയം, ചരിത്രപരമായ പരാജയം. അതിൻ്റെ ഉത്തരവാദി എന്ന നിലയിൽ അത് പിണറായി വിജയൻ തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദി എന്ന് എഴുതപ്പെട്ട ഒരു ജനവിധിയാണിത്. മറ്റ് മണ്ഡലങ്ങളിൽ LDF തോൽക്കുകയും പിണറായി വിജയൻ വലിയ തോതിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കതിനെ വിശദീകരിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഒരു ചെറിയ തോൽവി മുന്നണിക്ക് സംഭവിക്കുകയും മുന്നണിയുടെ നായകനായ പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിൽ വലിയ മെജോറിറ്റിയിൽ വിജയിച്ചു വരികയും ചെയ്യുന്ന ഒരു സന്ദർഭം ഫലത്തിന് മുമ്പ് ആളുകൾ കണക്കാക്കിയിരുന്ന പോലുള്ള ഒരു ജനവിധിയായിരുന്നെങ്കിൽ അത് അംഗീകരിക്കാമായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ഫലത്തിൽ തോൽക്കുകയാണ് ചെയ്തത്. വളരെ അപ്രധാനി ആയ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ 50,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയ പിണറായി 20,000-തിനടുത്ത് വോട്ടിലേക്ക് അദ്ദേഹം താണു. 7ാം റൗണ്ട് വോട്ടെണ്ണുന്നത് വരെ ജനം അദ്ദേഹത്തെ പിറകിൽ നിർത്തി. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ച് പുതിയ ഒരു മുഖത്തിന്, ഒരുപക്ഷെ നിയമസഭയിൽ CPMനും ഇടതുപക്ഷത്തിനും നേതൃത്വം നൽകാൻ കെൽപ്പുള്ള ഒരു മുഖത്തെ അവിടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ CPIMന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട് എന്നും CPIM ഈ ജനവിധിയെ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും മനസ്സിലാക്കുന്നുണ്ട് എന്നും നമുക്ക് വായിക്കാൻ കഴിയുമായിരുന്നു. അതിനു പകരം ജയിച്ചാലും തോറ്റാലും ഞാനല്ലാതെ മറ്റാരുമില്ല തൽക്കാലം എന്ന മെസ്സേജ് മാത്രമേ ഈ തീരുമാനം പുറത്തേക്ക് നൽകുന്നുള്ളൂ എന്നാണ്. ഒരുപക്ഷെ ഇത് താൽക്കാലികമായിരിക്കാം, ഒരുപക്ഷെ ഒരു നിസ്സഹായമായ തീരുമാനമായിരിക്കാം CPIMൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അത് ആ പാർട്ടി പെട്ടിരിക്കുന്ന, ആ മുന്നണി പെട്ടിരിക്കുന്ന പ്രതിസന്ധിക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരമാണിത് എന്ന് ഒരു കാരണവശാലും ഇതിനെ കരുതാൻ കഴിയില്ല. അല്ല, അതങ്ങനെ കരുതാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷത്തേക്ക് ജയിച്ചു വന്ന LDF MLAമാരുടെ ഒരു പ്രൊഫൈൽ നമ്മളൊന്ന് എടുത്തു നോക്കുക. അതിലിപ്പോൾ പിണറായി വിജയൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയായ അംഗമായ KN ബാലഗോപാൽ, സംസ്ഥാന കമ്മിറ്റി അംഗമായ AC മൊയ്തീൻ, പാർലമെൻ്ററി രംഗത്തും മന്ത്രിസഭയിലും പ്രവർത്തന പരിചയമുള്ള C രവീന്ദ്രനാഥ് എന്നിവരെ ഒഴിച്ചു നിർത്തിയാൽ വലിയ പേരുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
പലതവണ MLA ആയ മറ്റംഗങ്ങളുണ്ട്. ഇപ്പോൾ വി ജോയിയെ പോലെ, വർക്കലയിൽ നിന്ന് ജയിച്ചു വന്ന വി ജോയിയെ പോലെ, അല്ലെങ്കിൽ മാവേലിക്കരയിൽ നിന്ന് 2ാം ടേം ജയിച്ചു വരുന്ന രാജേഷിനെ പോലെ, അങ്ങനെ പലതവണ MLA ആയ നിരവധി പേരുണ്ടാവാം. പക്ഷേ ഒരു പ്രതിപക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ പാകത്തിലേക്ക് ആരെ പകരം വയ്ക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ബഷീർ പറഞ്ഞ പോലെ ധർമ്മടത്തെ അംഗത്വം രാജിവെച്ചുകൊണ്ട് അവിടേക്ക് പകരം ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കുക, ഇതൊക്കെ നമുക്ക് സാങ്കല്പികമായി പറയാം എന്നുള്ളതല്ലാതെ പ്രാക്ടിക്കലായിട്ട് ഒരു പക്ഷേ അത് സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ആ നിലയ്ക്ക് ഇത്രയും സീനിയറായ, ഇത്രയും പ്രവർത്തന പരിചയമുള്ള, പാർലമെൻ്ററി രംഗത്തും പാർട്ടി രംഗത്തും ഇത്രയും പ്രവർത്തന പരിചയമുള്ള മറ്റൊരാളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പോൾ CPM-നെ സംബന്ധിച്ചോ LDF-നെ സംബന്ധിച്ചോ അത്ര എളുപ്പമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക് ഇതല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയുണ്ട്. നിസ്സഹായാവസ്ഥ എന്ന് ബഷീർ നേരത്തെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ ഉള്ളൊരു കണ്ടീഷനിൽ പിണറായി വിജയനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് കഴിയാത്തൊരു കാര്യമാണ്. ആ നിസ്സഹായാവസ്ഥ അവിടെ ഉണ്ട്. മറിച്ച് വേറൊരു കാര്യം കൂടെ ഉണ്ട്. 5 വർഷം പ്രതിപക്ഷ നേതാവായിരിക്കെ ഭരണപക്ഷത്തെ വലിയ തോതിൽ പ്രതിരോധത്തിൽ നിർത്തിയ, ഭരണപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച, അന്നും ദുർബലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു പ്രതിപക്ഷത്തെ നയിച്ച VD സതീശൻ വലിയ മാൻഡേറ്റ് നേടിക്കൊണ്ട് അപ്പുറത്ത് മുഖ്യമന്ത്രിയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ കരുത്ത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ജനപിന്തുണ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെയും കോൺഗ്രസിൻ്റെ ഭൂരിഭാഗം MLA-മാരുടെയും കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളുടെയും ഒക്കെ അഭിപ്രായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജനവികാരത്തെ പരിഗണിച്ചുകൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ VD സതീശൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് പൊതുവെ രാഷ്ട്രീയത്തിൽ തന്നെ തലമുറ മാറിക്കഴിഞ്ഞു. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. തലമുറ മാറിക്കഴിഞ്ഞു. VD സതീശൻ അത്രത്തോളം കരുത്തനായ ഒരു നേതാവായി അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഇപ്പോൾ KN ബാലഗോപാലിനെ പോലെ ഒരാളെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ, ബാലഗോപാലിൻ്റെ ഒരു പ്രകൃതം നമുക്കറിയാം. അദ്ദേഹം സോഫ്റ്റ് സ്പോക്കണാണ്. അദ്ദേഹം വലിയ തോതിൽ അരഗൻസ് കാണിക്കാത്ത ഒരാളാണ്. ഒരു പക്ഷേ അത്രത്തോളം ആക്രമണോത്സുകമായിട്ട് പ്രതിപക്ഷ നിരയെ നയിക്കാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ഒരു പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മാറിയേക്കാം, അത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തന പരിചയം, പ്രവർത്തന രീതിയും നമ്മൾ നോക്കുമ്പോൾ അത്രത്തോളം അരഗൻസ് കാണിക്കുകയോ ആക്രമണോത്സുകമായിട്ട് ബിഹേവ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളല്ല. ഇന്നലെ AK ആൻ്റണി നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ അവിടെ കണ്ടതിന് ശേഷം AK ആൻ്റണി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കേരളം ആകെ കടക്കണിയിലാണ്, കേരളം വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഒരു വർഷത്തേക്ക് മുണ്ട് മുറുക്കി കൊടുക്കേണ്ടി വരും എന്ന് 2001 AK ആൻ്റണി പറഞ്ഞ അതേ കാര്യം അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ചയുണ്ട്. ഇതിനിന്ന് ബാലഗോപാലിൻ്റെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ ഹാൻഡിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ പോലും അദ്ദേഹം വളരെ എന്താ പറയുക, മുൻ ധനമന്ത്രി എന്നുള്ള നിലയിൽ കുറേ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിരത്തുന്നു എന്നുള്ളതിനപ്പുറം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വളരെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പം അത്തരമൊരു നേതാവിനെ കൊണ്ടുവരാൻ സാധിക്കുമോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പിന്നെ സീനിയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ AC മൊയ്തീനോ C രവീന്ദ്രനാഥോ ഇവരൊന്നും അത്രത്തോളം അഗ്രസീവായിട്ടുള്ള നേതാക്കൾ. ഇതേ പ്രശ്നം തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷത്ത് ഒരു 35 അംഗങ്ങളുള്ള ഒരു പ്രതിപക്ഷം എന്നത് അത്ര മോശം പ്രതിപക്ഷമല്ല. ഇതിനു മുമ്പും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അംഗസംഖ്യയിൽ ഒരു കുറവുമില്ല. യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉന്നയിക്കാൻ ആ അംഗബലം മതി. പ്രശ്നമതല്ല. ഇടതുപക്ഷത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പരാജയം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അതിനെ റിക്കവർ ചെയ്യാനുള്ള ഉദ്യമങ്ങൾക്ക് അദ്ദേഹം തന്നെ നേതൃത്വം നൽകും എന്ന് പറയുന്നതിൽ യുക്തിയില്ല. പ്രായോഗികമല്ല, നമ്മളുടെ സാങ്കല്പികമായ കാര്യമാണ് എന്നത് ശരി. പക്ഷേ ഈ ജനവിധിയെ മുഴുവനായും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഈ ജനവിധി തൻ്റെ നിലപാടുകൾക്കും തൻ്റെ രാഷ്ട്രീയ നടത്തിപ്പിനുമെതിരായ ജനവിധിയായി പിണറായി വിജയൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ആ പാർട്ടിയോട് ഇപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അതുതന്നെയാണ്. ധർമ്മടത്തെ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കുക, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒരു സീനിയർ നേതാവിനെ നിയമസഭയിലേക്ക് എത്തിക്കുക. അത്രമാത്രം വീക്കായിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ. മറിച്ച് ഈ
ഒരു നിയമസഭയിലെ പ്രവർത്തനം മാത്രമല്ല കേരളത്തിൽ പ്രതിപക്ഷ പ്രവർത്തനം എന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് നിയമസഭയിലെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ പ്രതിപക്ഷം എന്നത് ഇത്ര മാത്രം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട മറ്റൊരു സംസ്ഥാനമില്ല ഇന്ത്യയിൽ. കേരളത്തിൽ അത് പക്ഷേ പ്രതിപക്ഷ പ്രവർത്തനവും സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. പ്രതിപക്ഷ പ്രവർത്തനങ്ങളും മാധ്യമങ്ങളുടെ സ്ക്രൂട്ടിനിക്കും ജനങ്ങളുടെ സ്ക്രൂട്ടിനിക്കും വിധേയമാണ് കേരളത്തിൽ. അത് ഭരണപക്ഷത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ്. അധികാരം കയ്യിലില്ല എന്നേ ഉള്ളൂ. പലപ്പോഴും ജനങ്ങളുടെ അധികാരം എന്നതിൽ കയ്യാളിക്കൊണ്ടാണ് ഈ പ്രതിപക്ഷ പ്രവർത്തനം കേരളത്തിൽ നടക്കാറ്. അത് VS അച്യുതാനന്ദൻ്റെ കാലത്താണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും അതൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കാറ്. അതിന് നേതൃത്വം നൽകേണ്ട ഒരാൾ യഥാർത്ഥത്തിൽ ഇത്രമാത്രം ജനവിധി നഷ്ടപ്പെട്ട ഒരാളാണ് എന്ന് വരുന്നത് ഒരു കാരണവശാലും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല CPIMൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാവുന്ന കാര്യം അതാണ്. അത് പക്ഷേ ആ പാർട്ടിയുടെ കാര്യം. ഞാൻ ചോദിക്കുന്നത് നിയമസഭയിൽ എങ്ങനെയായിരിക്കും പിണറായി വിജയൻ ഇത് അവതരിപ്പിക്കുക? അതല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തെ എങ്ങനെയായിരിക്കും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക? പ്രതിപക്ഷ പ്രവർത്തനം എന്നത് ഒരു ടീം സ്പിരിറ്റ് ഇല്ലാതെ പ്രതിപക്ഷ പ്രവർത്തനം സാധ്യമല്ല. അധികാരത്തിൽ നിങ്ങൾക്ക് ടീമില്ലെങ്കിലും അധികാരം അവിടെ ഉണ്ട്. അധികാരമില്ലാത്തവരിടത്ത് ഒരു മൂവ്മെൻറ്റായി പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിൽ അവിടെ പിണറായി വിജയൻ്റെ പ്രവർത്തന രീതി പ്രതിപക്ഷത്തിന് ചേർന്നതേയല്ല. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ആ ഒരു എൻ്റയർ ടീമിനെ മുൻനിർത്തി ഒരു പട നയിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അങ്ങനെ ഒരു രീതി അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് പല ഡയമെൻഷനിൽ ഈ തീരുമാനം തെറ്റാണ് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. താൽക്കാലികമാണ് എന്നാണ്. എനിക്കതിനകത്ത് വേറൊരു വിയോജിപ്പുള്ളത്, നമ്മൾ പിണറായി വിജയൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ, നമ്മൾ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ. നമ്മൾ പിണറായി വിജയൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം 1996 ആദ്യമായി വൈദ്യുതി മന്ത്രിയായി മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ, അതിന് മുമ്പ് അദ്ദേഹം മന്ത്രിയായിട്ടില്ല, അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുന്നു. വളരെ പൊടുന്നതിനുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. അദ്ദേഹം വളരെ ഡിസിസീവായ, വളരെ ഏബിളായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്ററായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, എനിക്ക് 2-2.5 വർഷമേ അദ്ദേഹം മന്ത്രിസഭയിൽ അക്കാലത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ഏബിളായിട്ടുള്ള, വളരെ ഡിസിസീവായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്ററായി, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മന്ത്രിയായി അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം അവിടെ സ്ഥാപിക്കുന്നുണ്ട്. അതിനുശേഷം 1998 ചടയൻ ഗോവിന്ദൻ്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നത് അന്നത്തെ ഗ്രൂപ്പ് ഇക്വേഷൻ്റെ CPMലെ ഗ്രൂപ്പ് ഇക്വേഷൻ്റെ ഭാഗമായി VS അച്യുതാനന്ദൻ്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. വളരെ പെട്ടെന്ന് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി സ്ഥാപിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ ഉറപ്പിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ്റെ വിമർശനങ്ങൾ ഒരുപാടുണ്ടാവാം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ CPM എന്നുള്ള പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി വളരെ പെട്ടെന്ന് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം വളരെ ദീർഘകാലം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം 2016 മുഖ്യമന്ത്രി എന്നുള്ള പദവിയിലേക്ക് എത്തുന്നത്. അതായത് 2-2.5 വർഷത്തെ മന്ത്രി പദവിയുടെ പരിചയം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നു. പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വളരെ പെട്ടെന്ന് അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് 2016. അത് 2026 അദ്ദേഹം സ്ഥാനമൊഴിയുന്ന ഘട്ടം വരെ ആ ട്രാൻസ്ഫോർമേഷൻ്റെ തുടർച്ച നമുക്ക് കാണാൻ പറ്റും. അതിലും നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ, അദ്ദേഹം ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നിലപാടുകൾ, ഇതിനോടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ ഭംഗിയായിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയതിൻ്റെ തൊട്ടുപിറകെ കൈവരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ നേതൃപദവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനും വലിയ തോതിൽ പ്രയാസമുള്ളൊരു കാര്യമായി മാറും എന്നെനിക്ക് തോന്നുന്നില്ല. ആകെ എനിക്കുള്ളൊരു കൺസേൺ അതിനകത്തുള്ളതെന്ന് വെച്ചാൽ 80 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. VS അച്യുതാനന്ദൻ 80 വയസ്സിൽ പ്രതിപക്ഷ നേതാവോ 85 വയസ്സിൽ പ്രതിപക്ഷ നേതാവോ ആയ പോലെ, 82 വയസ്സിൽ പ്രതിപക്ഷ നേതാവോ പോലെ അപ്പോൾ അതുപോലെ ആവില്ല ഒരു പക്ഷേ പിണറായി വിജയൻ 81ാമത്തെ വയസ്സിൽ പ്രതിപക്ഷ നേതാവാകുന്നത് എന്നുള്ളൊരു ക്രൈസിസ് അദ്ദേഹം നേരിടുന്നുണ്ട്. വേറൊരു ഘടകമുള്ളത് എനിക്ക് തോന്നുന്നത്, ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി എന്നുള്ളതിനേക്കാൾ കുറേ കൂടെ എളുപ്പമുള്ള സംഗതിയാണ് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്നുള്ളതാണ്. കാരണം അതിന് കേരളത്തിന് വളരെ തുടർച്ചയായൊരു രീതിയുണ്ട്. അതായത് ഭരണപക്ഷം എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ വസ്തുതകളോ അതിൻ്റെ യുക്തിയോ അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളോ
കേരളത്തിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലമോ ഇതൊന്നും പരിഗണിക്കാതെ എതിർക്കുക എന്നുള്ളൊരു പണി മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ രീതി. അതിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ആ പണിയിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്നെനിക്ക് തോന്നുന്നു. അതോടൊപ്പം ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതിൽ ഒരു കാര്യമുള്ളത്, അദ്ദേഹത്തിന് കൂടി ഒരു കറക്റ്റീവ് മെക്കാനിസമായിട്ട് ഇത് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമോ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളെയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ ഇനി എതിർക്കേണ്ട കാഴ്ച നമ്മൾ കാണേണ്ടി വരും. പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് എതിർപ്പുന്നയിക്കേണ്ടി വരും. പല പ്രശ്നങ്ങളിലും അദ്ദേഹം മുൻകാലത്തെടുത്ത നിലപാടുകളിൽ നിന്ന് വിരുദ്ധമായി എതിർക്കേണ്ടി വരുന്നൊരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അതും സത്യം പറഞ്ഞ ഒരു കറക്റ്റീവ് മെക്കാനിസമായിട്ട് വേണമെങ്കിൽ നമുക്ക് കറക്റ്റീവ് മെക്കാനിസം ആകാം. ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് നമ്മൾ എടുത്താൽ പ്രതിപക്ഷം എന്ന നിലയിൽ പെർഫോം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യതയെ നമ്മൾ പോസിറ്റീവായി കാണുകയാണെങ്കിൽ, മുഖ്യമന്ത്രിയായി എത്തുന്നയാൾ തീർത്തും അനുഭവ പരിചയമില്ലാത്തയാളാണ്. ഒരു ദിവസം പോലും അദ്ദേഹം ഒരു മന്ത്രിയായോ MLA ആയിട്ടല്ലാതെ 6 തവണ MLA ആയി ഇലക്ട് ചെയ്യപ്പെട്ടു എന്നത് ശരിയാണ്. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഒരു ദിവസത്തെ പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്നു. അവിടെ 10 വർഷത്തെ മുഖ്യമന്ത്രി പരിചയവും പാർട്ടി സെക്രട്ടറി എന്ന നിലയിലുള്ള വിശാലമായ പരിചയവുമുള്ള ഒരാളിപ്പുറത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. അതിൻ്റെ ഒരു വെയിറ്റ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പിണറായി വിജയൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പിന്നിൽ വലിയ ശക്തിയൊന്നും ഉള്ള MLA-മാരോ ഒന്നും ഇല്ലെങ്കിലും ആ അഡ്വാൻറ്റേജ് ഉണ്ടാകുമായിരിക്കാം. പക്ഷേ പിണറായി വിജയൻ്റെ രീതി, ഇപ്പോൾ രാജീവ് ഈ എണ്ണി പറഞ്ഞതെല്ലാം ഒരു ഭരണാധികാരി എന്ന നിലയിൽ, അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലൊക്കെ ഉള്ളത് ശരിയാണ്. ഇപ്പോൾ കേരളത്തിൽ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുക എന്നാൽ അതിനർത്ഥം വളരെ വലിയൊരു അധികാര കേന്ദ്രത്തിലിരിക്കുക, ഒരു അധികാര കസേരയിലിരിക്കുക എന്ന് തന്നെയാണ്. അത് മറ്റു സംസ്ഥാനങ്ങളിലെ CPM സെക്രട്ടറിമാരെ പോലെയല്ല, കേരളത്തിലെ മറ്റ് പാർട്ടി സെക്രട്ടറിമാരെ പോലെയുമല്ല. യഥാർത്ഥത്തിൽ അതൊരു അധികാര കസേര തന്നെയാണ്, വലിയ അധികാരമുള്ളൊരു കസേര തന്നെയാണ്. അങ്ങനെയുള്ള കസേരയിലല്ലാതെ പിണറായി വിജയൻ ഇരുന്നിട്ടില്ല. മന്ത്രി, പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു മൂവ്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണമാറ്റം എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ടേമിൽ സംഭവിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായ മുന്നേറ്റത്തിലാണ് ഈ ഭരണമാറ്റം ഉണ്ടാകാറ്. പ്രതിപക്ഷം ഈ ഒരു ഭരണത്തിൻ്റെ അവസാന കാലമാകുമ്പോഴേക്കും അതിൻ്റെ ഒരു മോറൽ അതോറിറ്റി, അതിൻ്റെ ഒരു മാൻഡേറ്റ് പ്രതിപക്ഷത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കും കേരളത്തിൽ. ആ വിധത്തിലുള്ള മൂവ്മെൻറ്റാണ് കേരളത്തിൽ നടക്കാറ്. അത് ഏത് പക്ഷത്താണെങ്കിലും അത് നടത്താനുള്ള കെൽപ്പ് ഇനി പിണറായി വിജയനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. 2001 പിണറായി വിജയൻ അധികാര തുടർച്ച കിട്ടിയത് പോലും പ്രതിപക്ഷ പ്രവർത്തനത്തിന് സ്പേസ് ഉണ്ടായിരുന്നില്ല. കോവിഡുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം 2018 മുതൽ തുടങ്ങിയല്ലോ കോവിഡിൻ്റെ അന്തരീക്ഷം. അപ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിന് അന്തരീക്ഷമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഭരണ തുടർച്ച കിട്ടിയത് എന്നാലോചിക്കണം. അപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ പ്രവർത്തനം നടക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായൊരു ഭരണമാറ്റം സംഭവിക്കുന്ന സംസ്ഥാനമല്ല. അത് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. സ്വാഭാവികമായി ആൾട്ടർനേറ്റ് ടേം ഉണ്ടാവും, അങ്ങനെയല്ല. അവിടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ വളരെ സജീവമായി പങ്കെടുത്ത 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഷീറിന് ഓർമ്മ ഉണ്ടാവുമല്ലോ. അതിനു മുമ്പ് 1996 മുതൽ 2001 വരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് AK ആൻ്റണിയാണ്. അന്നത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് വലിയ തോതിൽ എന്തെങ്കിലും എന്താ പറയുക മൂവ്മെൻറ്റായി കേരളത്തിലെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചതായിട്ട് നമ്മളുടെ ഓർമ്മയിലില്ല. ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയതായിട്ട് നമ്മുടെ ഓർമ്മയിലില്ല. വലിയ തോതിലുള്ള ജനവികാരം ഇളക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് നമ്മുടെ ഓർമ്മയില്ല. അന്ന് ഭരണമാറ്റം ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 1996 മുതൽ 2001 വരെ ഭരിച്ച സർക്കാരിനെതിരെ വലിയ ജനരോഷം അവസാന ഘട്ടത്തിൽ വലിയ തോതിലുണ്ടായി. കാരണം സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരുന്നു. ഒരു ചെറിയ ചിലവുകൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നു. ഈ അവസ്ഥയിൽ വലിയ തോതിൽ ജനരോഷം ഉണ്ടാവുകയും അതിൻ്റെ തുടർച്ചയിൽ UDF 100 സീറ്റിലേക്ക് 99+1 സീറ്റിലേക്ക് UDF അധികാരത്തിൽ തിരിച്ചു വരികയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതേ സിനാരിയോ തന്നെയായിരുന്നു 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിലും നമ്മൾ കണ്ടത്. അന്ന് ഏറ്റെടുക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ ഭരണപക്ഷത്തു നിന്ന് തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ടേമിൽ പ്രതിപക്ഷം ഒരു വലിയ മൂവ്മെൻറ്റായി പ്രവർത്തിച്ചൊരു സിനാരിയോ നമ്മളുടെ ഓർമ്മയിലില്ല. ഭരണപക്ഷത്തു നിന്ന് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. ഭരണപക്ഷം തന്നെ പ്രതിപക്ഷമായി പ്രവർത്തിച്ച ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ
പ്രതിപക്ഷം അങ്ങനെ വലിയ തോതിലുള്ളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റായി നടത്തിയൊരു കാഴ്ച നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ 2011. അതേസമയം ഈ 2001 മുതൽ 2006 വരെയുള്ള ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത് ബഷീർ നേരത്തെ സൂചിപ്പിച്ച വിധത്തിലുള്ള വലിയൊരു മൂവ്മെൻറ്റായി പല വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് പല പ്രശ്നങ്ങളിൽ ഊന്നിക്കൊണ്ട് വലിയ മൂവ്മെൻറ്റായി മുന്നോട്ട് പോയ കാഴ്ച നമ്മൾ കണ്ടു. അതിൻ്റെ റിസൾട്ട് 2006 ഉണ്ടായതും നമ്മൾ കണ്ടു. ഈ രണ്ട് സിനാരിയോ നമ്മളുടെ മുമ്പിലുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ PT ചാക്കോ മുതൽ VD സതീശൻ വരെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ എടുത്താൽ അവർ തുടർന്നുള്ള ഭരണമാറ്റത്തിലേക്കും തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റത്തിനും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പബ്ലിക് മെമ്മറി എന്ന് പറയുന്നത് ഇത്രമാത്രം പിറകിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിൻ്റെ മുന്നിൽ ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനങ്ങൾ ആരുടേതാണ്? VD സതീശൻ, ഉമ്മൻചാണ്ടി, അതിനു മുമ്പ് VS അച്യുതാനന്ദൻ. ഇതാണ് അത് വെച്ചായിരിക്കും ജനം പിണറായി വിജയനെ വിലയിരുത്തുക. സ്വാഭാവികമായും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹം നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് സർക്കാരിനെതിരെ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അത് ഗൗനിക്കാതിരിക്കാൻ കഴിയില്ല. മുമ്പ് പ്രതിപക്ഷ നേതാക്കൾക്ക് കൊടുത്തതിനേക്കാൾ വലിയ ഗൗരവം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ മൊബിലൈസ് ചെയ്യാൻ, അതിനൊരു മൂവ്മെൻ്റായി കൊണ്ടുപോകാൻ പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രകൃതം കൊണ്ടും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ അംഗബലം കൊണ്ടും അതിൻ്റെ സ്വഭാവം കൊണ്ടും അത് സാധിക്കാതെ വരും എന്നാണ്. അതിനൊരു പുതിയ എനർജി നൽകുക എന്ന രാഷ്ട്രീയ ദൗത്യം യഥാർത്ഥത്തിൽ CPIM-നുണ്ട്. അത് ചെയ്യാനുള്ള അവസരങ്ങളെ വിനിയോഗിക്കുന്നതിന് പകരം ഇദ്ദേഹം തന്നെ ഇതിനെ റിക്കവർ ചെയ്തെടുക്കും എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പക്ഷേ വളരെ സബ്ഡ്യൂഡായി പോകാനുള്ള, പ്രതിപക്ഷം എന്നത് വളരെ സബ്ഡ്യൂഡായി പോകാനുള്ള സാധ്യതയാണ് യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നത്. അതായത് ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഒരു മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ കൂടെ ചേർത്ത് പിടിച്ചു. ഘടകകക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CPI മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നണിയിൽ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും സീറ്റില്ല. അപ്പോൾ CPIയെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ മൂവ്മെൻറ്റ് എന്നുള്ള നിലയിൽ അതിനെ നയിക്കാൻ പിണറായി വിജയൻ്റെ സ്വാഭാവികമായ പല രീതികൾ കൊണ്ടും സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൊഫൈലിൽ വലിയ പ്രശ്നമുണ്ട്. 35 MLA-മാർ എന്ന് പറയുന്നതിൽ അപ്പുറത്ത് ഭരണപക്ഷത്തുള്ള MLA-മാരിൽ വലിയ തോതിലൊരു യുവാക്കളുടെ കടന്നുവരവ് നമുക്ക് കാണാം. ഒരുപാട് മെമ്പർമാർ യുവാക്കളാണ്. അല്ല, യുവാക്കൾ മാത്രമല്ല, ഭരണപക്ഷത്ത് യുവാക്കളുണ്ട്, പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കൾ ധാരാളമുണ്ട്. അത് ട്രഷറി ബെഞ്ചിലുള്ളവരും അല്ലാത്തവരുമായ വലിയൊരു പ്രൊഫൈലാണ് യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തുള്ളത്. അതിനെ നേരിടാൻ ഇത് മതിയാവില്ല എന്ന അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനേക്കാൾ നല്ലത് ഒരു തലമുറ മാറ്റം സംഭവിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയിലും എന്ന മെസ്സേജ് കൊടുത്തുകൊണ്ട് പുതുതായി ആ പുനഃപരിശോധനയുടെയും ഇൻട്രോസ്പെക്ഷൻ്റെയും ഒരു സാധ്യത കൂടി ഉപയോഗപ്പെടുത്തി ആ പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്നതായിരുന്നു നല്ലത്. പഴയ ആളുകൾ തന്നെ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇതിൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാണ് എന്ന് വിശ്വസിച്ച് പോകുന്നതിനേക്കാൾ പുതിയ അവസരങ്ങൾ പുതിയ ആളുകൾക്ക് നൽകി പുതിയ രാഷ്ട്രീയം പറഞ്ഞ് പുതിയ സാഹചര്യത്തെ നേരിടുന്നതായിരുന്നു നല്ലത്. മാറാൻ വിസമ്മതിക്കുന്ന ഒരു ഇടതുപക്ഷ സംവിധാനത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ നേതൃത്വത്തെ കൊണ്ടുവരികയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ഒരു പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പുതിയ രീതിയിൽ ഒരു പക്ഷേ ഭരണപക്ഷത്തെ വിമർശിക്കാനും, ആക്രമിക്കാൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, വിമർശിക്കാനും പ്രതിരോധത്തിലാക്കാനും ഒരു പക്ഷേ സാധിക്കുമായിരുന്നു. ഞാനിതിൽ വേറൊരു കൗതുകം കൂടെ കാണുന്നുണ്ട്. അതൊരു കൗതുകമാണ്. കാരണം 2016 മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചുമതലയേറ്റതിന് ശേഷം ആദ്യമെടുത്ത തീരുമാനം മന്ത്രിസഭാ യോഗങ്ങൾക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനങ്ങൾ ഇനി ഉണ്ടാവില്ല, അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് മാധ്യമങ്ങൾ വഴിയുള്ളൊരു കമ്മ്യൂണിക്കേഷനെ അദ്ദേഹം വലിയ തോതിൽ അക്കാലം മുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷേ ഒരു ക്രൈസിസ് വന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം ആ രീതി വലിയ തോതിൽ അവലംബിച്ചിട്ടുണ്ട്. ഏകപക്ഷീയമാണ്, പക്ഷേ അത് ഏകപക്ഷീയമാണ് എങ്കിൽ പോലും അത് വലിയ തോതിൽ വിജയം കണ്ടതാണ്. ഒരു പ്രളയഘട്ടത്തിലോ 2 പ്രളയഘട്ടങ്ങളിലും കോവിഡ് ഘട്ടത്തിലുമൊക്കെ അദ്ദേഹം വലിയ തോതിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വലിയ ഫലമുണ്ടാക്കിയിട്ടുമുണ്ട്. ജനങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, ഭരണപക്ഷത്തിനും ഉണ്ടാക്കിയിട്ടുണ്ട്, CPM-നും ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിന് തന്നെയും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം പഴയ രീതി തുടരുകയാണ് ചെയ്തത്. അതായത് മാധ്യമങ്ങളോട് വലിയ തോതിൽ സംസാരിക്കാൻ പോകേണ്ടതില്ല എന്നുള്ള സ്റ്റാൻഡിലാണ് അദ്ദേഹം നിലനിന്നത്. വലിയൊരു ജനവിധി അദ്ദേഹത്തിനെതിരെ വന്നിട്ട് ഇതുവരെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല.
അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കാലത്തെ പ്രതിപക്ഷങ്ങളുടെയൊക്കെ രീതിയും പ്രവർത്തന രീതിയും അവരുടെ ഒരു മാധ്യമങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും ഒക്കെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിയമസഭയിൽ ഇപ്പോൾ ആദ്യം ചേരുന്ന നിയമസഭയിലൊന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, കാരണം പുതിയ സർക്കാരാണ്. പക്ഷേ തുടർന്ന് അങ്ങോട്ട് ഈ നിയമസഭയിൽ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിക്കും. അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടി വരും, സഭ ബഹിഷ്കരിക്കേണ്ടി വരും. സഭ ബഹിഷ്കരിക്കുകയോ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ചെയ്താൽ നേരെ പ്രതിപക്ഷ നേതാക്കൾ വന്ന് സംസാരിക്കുക മീഡിയാസിൻ്റെ മുമ്പിലായിരിക്കും. മീഡിയ അവിടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം മീഡിയയോട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് മുൻകാലത്തില്ലാത്ത വിധത്തിൽ മാധ്യമങ്ങളുമായിട്ട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിണറായി വിജയനെ നമുക്ക് കാണേണ്ടി വരുമോ? അതോ അദ്ദേഹം അതിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ സാധ്യമല്ല. ട്രാൻസ്ഫോർമേഷൻ ഈ പ്രായത്തിൽ ഇനി പിണറായി വിജയൻ വരുത്തണം എന്ന് പറയുന്നതിലും കാര്യമില്ല. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമല്ലാത്ത പ്രകൃതമാണ് പിണറായിയുടേത്. ഞാൻ വിശ്വസിക്കുന്നില്ല പിണറായി വിജയൻ ദൈനംദിനം ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിയമസഭയിൽ അതിനെ ഡിസ്റപ്റ്റ് ചെയ്യുമെന്നും അതിനെ ഒരു പ്രസ്ഥാനമാക്കി അതിനെ ഒരു തരംഗമുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ എത്തിക്കാവുന്ന വിധത്തിൽ പ്രതിപക്ഷ പ്രവർത്തനത്തെ അദ്ദേഹം ഏകോപിപ്പിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി ചെയ്ത വഴിയാണ് നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉമ്മൻചാണ്ടി 2016-ലും 2021-ലും പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തില്ല. 2016 അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. 2021-ലായപ്പോഴും ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടായിരുന്നു നിയമസഭയിൽ. പക്ഷേ രമേശ് ചെന്നിത്തലയും മാറി, വി ഡി സതീശൻ വരികയാണ് ചെയ്തത്. ഒരാൾ തോറ്റാൽ ആ തോൽവി അംഗീകരിക്കുകയും എന്നെ കൂടാതെ ഞാനില്ലാതെ വിജയിക്കാൻ വല്ല മാർഗവുമുണ്ടോ നിങ്ങൾക്ക് എന്ന് അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനത്തോട് ചോദിക്കുകയും ചെയ്യണം. അതുകൊണ്ട് പിണറായി വിജയൻ ഇത് ഏറ്റെടുത്തത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകും, CPIM-ന് വേണ്ടിയോ ഇടതുപക്ഷത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം പെട്ടൊരു പ്രതിസന്ധിയിൽ ഒരു പക്ഷേ തീർത്തും മാറിപ്പോകാതിരിക്കാനുള്ളൊരു വഴി എന്ന നിലയിലായിരിക്കുമെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. രാഷ്ട്രീയത്തിൽ പ്രായത്തിനും മറ്റും നമ്മൾ വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്, എക്സ്പീരിയൻസിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ്ഡായ ആളുകൾ അവരിൽ നിന്ന് തിരിച്ചും വയസ്സായിട്ടുള്ള തീരുമാനങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി 2016-ൽ ചെയ്തത് അതാണ്. ആ മാതൃക ഒരു കോൺഗ്രസ് നേതാവ് ചെയ്തത് ഒരു CPIM നേതാവ് ചെയ്യണമോ എന്ന ചോദ്യമൊക്കെ തിരിച്ചുന്നയിക്കപ്പെടാം. പക്ഷേ കുറേ കൂടി വയസ്സായി പിണറായി വിജയൻ പെരുമാറുകയും അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതെ മറ്റു വഴികൾ ഈ പാർട്ടിക്കും ഈ ഇടതുപക്ഷ മുന്നണിക്കും തുറന്നിടുകയും ചെയ്യുകയായിരുന്നു വേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ പരാജയമുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു ഘടകമാണ്. അദ്ദേഹം ദീർഘകാലം ഏതാണ്ട് 1996 മുതൽ ഇങ്ങോട്ട് ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ അധികാരസ്ഥാനത്ത് മാത്രം ഇരുന്നയാളാണ്. വളരെ ചെറിയ ഘട്ടം മാത്രമേ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് വരെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മാത്രമായിരുന്നത്. അപ്പോൾ ഇത്രയും കാലം ദീർഘകാലം അധികാരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ വലിയ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ മറ്റൊരാൾക്ക് വഴിമാറി കൊടുത്തുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെ എനിക്കൊരു ഒരു സംശയമുള്ളത്, ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന് ഇപ്പോൾ പ്രതിപക്ഷമായി തീർന്നിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് നേരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഒരു മൃദു ഹിന്ദുത്വ നിലപാട് പിണറായി വിജയൻ വ്യക്തിഗതമായി കൈക്കൊണ്ടു എന്നായിരുന്നു. RSS പോലീസിൽ കയറി ഇടപെട്ടു. അതോടൊപ്പം ഈ അൻവറൊക്കെ ഉന്നയിച്ച കാര്യങ്ങൾ അത്തരത്തിൽ ഉള്ള മുസ്ലിം വിരുദ്ധതയെ ഒരു ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചു. വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിൻ്റെ ഒരു നിലക്കും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ആരോപിക്കപ്പെട്ടത്. ചരിത്രത്തിലാദ്യമായി നിയമസഭയിൽ ഒരു BJP ബ്ലോക്കും വന്നുപെട്ടിരിക്കുന്നു. 3 അംഗങ്ങളുടെ ഒരു BJP ബ്ലോക്ക് നിയമസഭയിലുണ്ടാകും. സർക്കാരിന് നേരെ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കുമെന്ന് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞു. കാരണം BJP ഇതിനെ ഒരു കമ്മ്യൂണൽ സ്വഭാവത്തിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ ഇതായിരിക്കും നിയമസഭയിൽ പ്രധാനമായും മുസ്ലിം ലീഗ് 5 മന്ത്രിമാരെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു മന്ത്രിസഭയെ മുൻനിർത്തിയുള്ള ആക്ഷേപങ്ങളായിരിക്കും ഈ നിയമസഭ പ്രധാനമായും സാക്ഷ്യം വഹിക്കുക. അത്തരമൊരു ഘട്ടത്തിൽ ഭരണപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട അലിഗേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ശ്രമം എന്ന് പറയുന്നത് BJP-യെയും CPIM-നെയും ഒന്നിച്ച് കെട്ടാനായിരിക്കും. അതിൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ ഇരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം, അതായത് അങ്ങേയറ്റം പോളറൈസ്ഡ് ആക്കാൻ ശ്രമിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ തൊട്ട് മുമ്പ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നിലപാടെടുക്കും? അതല്ലെങ്കിൽ ഇതിനെയെല്ലാം നിങ്ങൾ ഒന്നാണല്ലോ എന്ന് പറഞ്ഞ് കൗണ്ടർ ചെയ്യാൻ ഭരണപക്ഷത്തിന് പറ്റിയേക്കും ഒരുപക്ഷെ. റൈറ്റ്. ആ ഒരു സാധ്യത അവിടെയുണ്ട്, സംശയമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ
ഇലക്ഷൻ ഡിബേറ്റിൻ്റെ അന്ന് തന്നെ നമ്മളത് സൂചിപ്പിച്ചതാണ്. ഈ 3 അംഗ ബ്ലോക്ക് വരുന്നതോടുകൂടി ഭരണപക്ഷത്തിന് നിങ്ങളൊറ്റ ബ്ലോക്കാണ് എന്ന ആക്ഷേപം ഉന്നയിക്കാനുള്ളൊരു അവസരം അവിടെ ഉണ്ടാവും. അതിന് സാധൂകരിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നേരത്തെ മുതൽ അവിടെ ഉണ്ട് താനും. ആ പ്രശ്നം അവിടെ ഉണ്ട്. ഒരു പക്ഷേ അതിനെ മറികടക്കാൻ പാകത്തിലേക്കുള്ള സ്റ്റാൻഡ് എടുക്കാൻ സാധ്യതയുള്ളൊരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ എന്നുള്ളത് നമ്മൾ ഇപ്പോഴും മറന്നുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകളോടൊക്കെ മൗനം പാലിക്കുകയും വെള്ളാപ്പള്ളി തന്നെ വിശദീകരിച്ചതിനെ സ്വയം അംഗീകരിക്കുകയും ചെയ്ത നേതാവാണെങ്കിൽ പോലും അതിൽ നിന്നും മാറിക്കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷൻ എടുക്കാൻ മടിയില്ലാത്ത, അതിന് സാധ്യതയുള്ള, മുൻകാലത്ത് ആ നിലപാട് എടുത്തിട്ടുള്ള ലീഡറാണ് പിണറായി വിജയൻ എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്. അപ്പോൾ അതിലേക്കൊരു പക്ഷേ അദ്ദേഹം തിരിച്ചു വരാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ അങ്ങനെയുള്ള ഒരു മാറ്റം സാധ്യമാകുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയനെ പോലുള്ള ഒരാൾ ആ തരത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത് നമ്മളുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ റിച്ചാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിനിടയിൽ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലെങ്കിലും എൻ്റെ നിലപാടുകൾ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയേണ്ടതില്ലേ? അങ്ങനെയൊന്ന് പബ്ലിക്കിനോട് അദ്ദേഹം പറയേണ്ടതില്ലേ യഥാർത്ഥത്തിൽ? റൈറ്റ്, സ്വാഭാവികമായിട്ടും പറയേണ്ടി വരും. കാരണം വെച്ചാൽ അക്കാലത്ത് അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ അദ്ദേഹം നടത്തേണ്ടി വരും. എന്നാൽ മാത്രമേ അദ്ദേഹം ഇനി അങ്ങോട്ട് ഇതിനൊക്കെ വിരുദ്ധമായൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അതിന് ജനത്തിൻ്റെ ഒരു പിന്തുണ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. ഇതൊക്കെ വരുംകാലത്ത് തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്തായാലും CPIM പ്രതിപക്ഷ നേതാവ് വളരെ വളരെ ഊർജിതമായൊരു പ്രതിപക്ഷം എന്ന നിലയിൽ കേരളത്തിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു സന്ദർഭം വരുമല്ലോ. അപ്പോൾ അത് തീർച്ചയായും വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു സ്റ്റാച്ചർ ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. റൈറ്റ്, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രി പദത്തിലും പാർട്ടി സെക്രട്ടറി പദത്തിലും മന്ത്രി എന്നുള്ള നിലയിലും മാത്രം അധികാര സ്ഥാനങ്ങളിൽ മാത്രം ഇരുന്നിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു അധികാര സ്ഥാനം തന്നെയാണ്. കാരണം ഭരണപക്ഷത്തെ വിമർശിക്കാൻ പാകത്തിൽ ഭരണപക്ഷം എടുക്കുന്ന പല തീരുമാനങ്ങളുടെയും യഥാർത്ഥ വിവരങ്ങൾ ആദ്യമെത്തുന്ന ഓഫീസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസാണ്. പല ഫയലുകളും അതിൻ്റെ ഫയൽ നോട്ടിങ്സും വരെ പ്രതിപക്ഷ നേതാവിൻ്റെ കൈകളിലേക്ക് എത്തും. അത് അങ്ങനെയാണ് ജനാധിപത്യത്തിൽ ഈ ഭരണക്രമം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഏത് വിധത്തിലായിരിക്കും ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ പോവുക എന്നുള്ളത് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയായിരിക്കും. ഇനി അങ്ങോട്ട് അദ്ദേഹം എങ്ങനെയായിരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നുള്ളതും വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയായിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.